ഹലോ എവരി വൺ, വെൽക്കം ടു ദ ക്ലാസ്സസ് ഓഫ് ഡിസൈൻ ഓഫ് സ്റ്റേറ്റ് സ്ട്രക്ചേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ ടെൻഷൻ മെമ്പേഴ്സ് എന്ന മൊഡ്യൂൾസിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ്. അതായത് ഷിയർ ലാഗ് എഫക്റ്റ് ആൻഡ് ലെഗ് ആംഗിൾസ് എന്ന് പറഞ്ഞ രണ്ട് പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഷിയർ ലാഗ്, കൺസെപ്റ്റ് ഓഫ് ഷിയർ ലാഗും ദെൻ ലെഗ് ആംഗിൾസ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തിയറി പോർഷനാണ് ആക്ച്വലി ഇവർ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. മേ ബി ഇനി പ്രോബ്ലം ചോദിക്കുമായിരിക്കാം, പക്ഷെ പ്രോബ്ലം കുറച്ച് ലെന്തിയാണ്. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സപ്പോസ് ചോദിച്ചാലോ, അതുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യമേ ഈ തിയറി പോർഷൻ നോക്കാം. തിയറി പോർഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. തിയറി പോർഷൻ എന്തായാലും ചോദിക്കും കേട്ടോ, മസ്റ്റായിട്ട്. കാരണം ഇത് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് തിയറി പോർഷൻ കുറച്ചൊക്കെ വരുന്നുള്ളൂ. ഉള്ള തിയറി നന്നായിട്ട് പഠിക്കാമെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷിയർ ലാഗ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പറയുന്നത്, ദ ഫോഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ടെൻഷൻ മെമ്പർ by a gusset or adjacent member connected to one of the legs either by bolting or welding. നമ്മളിപ്പം ഒരു ടെൻഷൻ മെമ്പറിനെ ഗസറ്റ് പ്ലേറ്റുമായിട്ട് ബോൾട്ടിങ്ങോ വെൽഡിങ്ങോ വെച്ച് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഫോഴ്സ് ട്രാൻസ്ഫർ ആകത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആ കണക്ഷൻ ഗസറ്റ് പ്ലേറ്റും നമ്മുടെ ആംഗിൾ സെക്ഷനോ ചാനൽ സെക്ഷനോ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ ബോൾട്ടിങ് ഓർ വെൽഡിങ് യൂസ് ചെയ്തിട്ടായിരിക്കും. അത് നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ദ ഫോഴ്സ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ എൻഡ് കണക്ഷൻ ടു ദ എൻറ്റയർ ഏരിയ ഓഫ് ഷിയർ. ഓക്കെ, എൻറ്റയർ ഏരിയയിൽ അത് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. ഹെൻസ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓൺ ദ സെക്ഷൻ ഫ്രം ദ ഫസ്റ്റ് ബോൾട്ട് ഹോൾ അപ് ടു ദ ലാസ്റ്റ് ബോൾട്ട് ഹോൾ വിൽ നോട്ട് ബി യൂണിഫോം. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോൾ തൊട്ട് ലാസ്റ്റ് ബോൾ വരെ ഒരിക്കലും യൂണിഫോം ആകത്തില്ല ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് സെക്കൻഡ് ഇത്രയും ബോൾട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോൾട്ടിലായിരിക്കും ഹയർ സ്ട്രെസ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ബോൾട്ട് വരുമ്പോൾ അത്രയും ഈ ഫസ്റ്റ് ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന അത്രയും സ്ട്രെസ് വരത്തില്ല, അതിനെക്കാട്ടി ലെസ് സ്ട്രെസ് മാത്രമേ നമ്മുടെ ലാസ്റ്റ് ബോൾട്ടിൽ ആക്റ്റ് ആകത്തുള്ളൂ. അതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോട്ട് ബി യൂണിഫോം എന്ന് പറയുന്നത്. ദെൻ ദ കണക്റ്റഡ് ലെഗ് വിൽ ഹാവ് ഹയർ സ്ട്രെസ്സസ് വൈൽ ദ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് മേ ഹാവ് ലെസ്സർ സ്ട്രെസ് വാല്യൂ. നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഗസറ്റ് പ്ലേറ്റ് നമ്മളിങ്ങനെ ഈ ആംഗിൾ സെക്ഷൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ കണക്റ്റഡ് ലെഗ് അല്ലേ. കണക്റ്റഡ് ലെഗിലാണ് നമ്മൾ ഈ ബോൾട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹയർ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ അത്രയും സ്ട്രെസ് ഉണ്ടാകില്ല. ഓക്കെ, ആ ഒരു കണ്ടീഷനും കൂടെ മനസ്സിലാക്കണം. ഇവിടെ നോക്കാം, ഈ ബോൾട്ട്സിൽ യൂണിഫോം ആയിട്ടായിരിക്കത്തില്ല സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ബോളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈ സ്ട്രെസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെഗിൻ്റെ കേസിൽ എടുക്കുമ്പോൾ കണക്റ്റഡ് ലെഗിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹയർ സ്ട്രെസ് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിനെ അപേക്ഷിച്ച്. ഓക്കെ, സിൻസ് ദ ഇന്റേർണൽ ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സസ് legs behind one another, the phenomena referred to as shear lag. അതായത് അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫോഴ്സിൻ്റെ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് വളരെ ഫോഴ്സിൻ്റെ ട്രാൻസ്ഫറിങ് കറക്റ്റായിട്ട് നടക്കത്തില്ല. അവിടെ ഒരു ലാഗ് ഉണ്ടാകും. അതാണ് ഷിയർ ലാഗ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മുടെ കണക്റ്റഡ് ലെഗും ദെൻ ഫസ്റ്റ് ബോൾ സെക്ഷനിലും ഒക്കെ ആയിരിക്കും ഹയർ സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ലെങ്കിലും ലാസ്റ്റ് ബോൾട്ടിലും അത്രയും സ്ട്രെസ്സസ് ഒന്നും വരത്തില്ല. അപ്പം ഈ ഫോഴ്സ് ട്രാൻസ്ഫറിങ്ങിന് എന്ത് വരും, ഒരു ലാഗ് വരും. ആ ഒരു എഫക്റ്റാണ് ഷിയർ ലാഗ് എഫക്റ്റ്. ഓക്കെ, അപ്പം ഷിയർ ലാഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് എഴുതുക. ദെൻ ഇതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എഫക്ട്സ് reduces the effectiveness of the plates of tension member that are not directly connected to a gusset plate. Okay, അതായത് നമ്മുടെ ഗസറ്റ് പ്ലേറ്റുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാത്തതിൽ എന്താ പറയുക, ഇത്രയും എഫക്റ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കണക്റ്റഡ് ലെഗിലായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഹയർ സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യാത്ത നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൽ അത്രയും വരില്ല എന്നുള്ളതാണ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് വരില്ല എന്നുള്ളത് കാര്യമാണ് പറയുന്നത്. ദെൻ ഹൗ ടു റെഡ്യൂസ് ഷിയർ ലാഗ് എഫക്റ്റ്. ഷിയർ ലാഗ് എഫക്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്ന്. ഓക്കെ, ദ എഫക്റ്റ് ഓഫ് ഷിയർ ലാഗ് നീഡ് ടു ബി കൺസിഡേർഡ് ഓൺലി വെൻ ഓൾ ദ എലമെൻറ്റ്സ് ആർ നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ്. ഓക്കെ,
then the shear lag effect reduces with the increase in the connection length. നമുക്ക് ഷിയർ ലാഗ് എഫക്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത മെമ്പേഴ്സ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാത്ത മെമ്പേഴ്സിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഷിയർ ലാഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കണക്ഷൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. അതായത് ലോങ്ങർ ദ കണക്ഷൻ മോർ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ലെങ്ത് കണക്ഷൻ കൂടുതലാകുമ്പം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും ഓക്കെ ആവും. ഇപ്പം ഒരു 6 ബോൾട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ 1 2 3 ഇങ്ങനെ ചെയ്യുന്നതും അതിനെക്കാട്ടി ഞാൻ കുറച്ചുകൂടെ കണക്ഷൻ ലെന്തിയാക്കി ഇങ്ങനെ ഒരു റോ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇതാണ് കൂടുതൽ ഷിയർ ലാഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലത്. അപ്പം സ്ട്രെസ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, നമ്മൾ കണക്ഷൻ്റെ ലെന്ത് കൂടുതലാക്കി കൊടുക്കുന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. ദെൻ അപ്പം ഷിയർ ലാഗ് എഫക്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, കണക്ഷൻ ലെന്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ കണക്ഷൻ ലെന്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടൊക്കെ ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ലെഗ് ആംഗിൾസ് എന്ന കൺസെപ്റ്റിലാണ്. അപ്പോൾ ലെഗ് ആംഗിൾസ് എന്തുവാന്ന് നോക്കാം. ലെഗ് ആംഗിൾസ്, ഓക്കെ, നെക്സ്റ്റ് ആണ് ലെഗ് ആംഗിൾസ്. When tension member is subjected to heavy load, the member of bolts or length of the welt required for connection become large. Okay, നമുക്കറിയാം ഇങ്ങനെ ഹെവി ടെൻഷൻ മെമ്പർ കണക്ട് ചെയ്യുമ്പോൾ ഹെവി ലോഡൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ബോൾട്ട് ആയാലും നമ്പർ ഓഫ് ബോൾട്ട് ആയാലും ലെന്ത് ഓഫ് വെൽഡ് ആയാലും എന്ത് ചെയ്യേണ്ടി വരും, അതുപോലെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ ലോഡിനെ എടുക്കാൻ വേണ്ടി തരത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം ഹെൻസ് ദ അക്കൗണ്ട്സ് ഫോർ അൺഎക്കണോമിക്കൽ സൈസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഗസറ്റ് പ്ലേറ്റും എന്ത് ചെയ്യും, അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പം അത് അൺഎക്കണോമിക്കലാണ്. ഓക്കെ, അപ്പം ഇൻ സച്ച് കണ്ടീഷൻസ് അഡീഷണൽ ഷോർട്ട് ആംഗിൾ മേ ബി യൂസ്ഡ് ടു റെഡ്യൂസ് ദ ജോയിന്റ് ലെങ്ത് ആൻഡ് ഷിയർ ലാഗ്. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അഡീഷണൽ ഷോർട്ട് ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമുക്ക് നമ്മൾ ആ ലെന്തി ആയിട്ട് കൊടുക്കുന്ന കണക്ഷനും റെഡ്യൂസ് ചെയ്യാം, നമ്മുടെ ഷിയർ ലാഗും റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് സച്ച് ആൻ ആംഗിൾ ഈസ് കോൾഡ് ലെഗ് ആംഗിൾ. അതായത് ഷിയർ ലാഗ് എഫക്റ്റ് ഇത് കാരണം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഷിയർ ലാഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഇത്രയും വരെ ഗസറ്റ് പ്ലേറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഗസറ്റ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, അൺഎക്കണോമിക്കൽ ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1 2 3 ഇവിടെ വരെ കൊടുത്തിട്ട് ഇവിടെ വരെ എനിക്ക് ഞാൻ ഗസറ്റ് പ്ലേറ്റ് അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ലെഗ് ആംഗിൾ ഞാൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ബോൾട്ട് ഇവിടെ കൊടുക്കും. ഇതാണ് ലെഗ് ആംഗിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഒരു ഷോർട്ട് ആംഗിൾ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾക്ക് ഇവിടെ സ്ട്രെസ്സിൻ്റെയും പ്രശ്നം വരുന്നില്ല, ഇങ്ങനെ ലോങ്ങറായിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. ഗസറ്റ് പ്ലേറ്റിൻ്റെ അൺഎക്കണോമിക്കൽ സൈസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഷോർട്ട് ആംഗിൾ കൊടുക്കുന്നത്. ഷോർട്ട് ആംഗിൾ അതായത് ലെഗ് ആംഗിൾ കൊടുക്കുന്നത്. The leg angle is more effective at the beginning of the connection rather than at the end. They are expensive and hence not used in practice. Okay, പക്ഷേ നമ്മൾ ഈ ലെഗ് ആംഗിൾ കൊടുത്താലും നമ്മൾ ഗസറ്റ് പ്ലേറ്റിൻ്റെ അൺഎക്കണോമിക്കൽ സൈസ് കൊണ്ട് ലെഗ് ആംഗിൾ കൊടുക്കുന്നു. പക്ഷേ ലെഗ് ആംഗിളും എന്താണ്, എക്സ്പെൻസീവ് ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ leg angles may be eliminated by providing unequal angle section with the wider leg as the connector leg and using 2 rows of staggered bolts. അവിടാണ് നമ്മൾ സ്റ്റാഗേർഡ് ബോൾട്ട്സ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. സ്റ്റാഗേർഡ് ബോൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ബോൾട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാഗേർഡ് ബോൾട്ട്. ഈ ഒരു കേസ് ലെഗ് ആംഗിൾസിൻ്റെ ഇതും പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് സ്റ്റാഗേർഡ് ബോൾട്ടും കൊടുക്കാം. ഇതാണ് ഷിയർ ലാഗ് എഫക്റ്റും ലെഗ് ആംഗിൾസിൻ്റെയും കൺസെപ്റ്റ്. ഓക്കെ,
അപ്പം നോക്കുക ഷിയർ ലാഗ് എന്താണെന്ന് നോക്കുക. ഷിയർ ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെൻഷൻ മെമ്പറിൻ്റെ കേസസിൽ ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോൾട്ടിങ് ഓർ വെൽഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫർ ആകും. ഫോഴ്സ് ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരിക്കലും സ്ട്രെസ് യൂണിഫോമായിട്ട് ക്യാരി ആകുന്നില്ല. അങ്ങനെയുള്ള കേസസിൽ ഇൻറ്റേർണൽ ട്രാൻസ്ഫറിങ് കറക്റ്റായിട്ട് നടക്കാത്തപ്പോൾ അവിടെ ലാഗ് ഉണ്ടാകുന്നു. ആ എഫക്റ്റാണ് ഷിയർ ലാഗ് എഫക്റ്റ്. ഈ ഷിയർ ലാഗ് എഫക്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള തരത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നു. കണക്ഷൻ ലെന്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നു. അങ്ങനെ കണക്ഷൻ ലെന്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് വരെ നമ്മൾ ഷിയർ ലാഗിൻ്റെ കൺസെപ്റ്റ് പറയുന്നു. പക്ഷേ ഇങ്ങനെ കണക്ഷൻ ലെന്ത് ഇൻക്രീസ് ചെയ്ത ഗസറ്റ് പ്ലേറ്റ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യേണ്ടി വരുന്നു. അവിടെ ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലെഗ് ആംഗിൾസ്. അങ്ങനെ ലെഗ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലെഗ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ പറയുന്നു അതും എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്റ്റാഗേർഡ് ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയാണ് ഷിയർ ലാഗ് ആൻഡ് ലെഗ് ആംഗിൾ കൺസെപ്റ്റ്. അപ്പോൾ തിയറി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും എഴുതിയിരിക്കുന്ന തിയറി നിങ്ങൾ കാണാതെ പഠിക്കുക. ദെൻ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. എ ഡയഗണൽ മെമ്പർ ഓഫ് എ റൂഫ് ട്രസ് ക്യാരീസ് എ മാക്സിമം ആക്സിയൽ പുൾ ഓഫ് 450 kN. Design the section and the leg angle also. The steel is of yield stress of 250 Nm/mm². അപ്പം നമുക്ക് ഇത് ഇത്രയും തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യത്തില്ലേ, ആ ഡിസൈൻ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം ചെയ്യുക. ദെൻ ലാസ്റ്റ് ഒരു പോർഷൻ മാത്രമേ ലെഗ് ആംഗിളിൻ്റെ ഡിസൈൻ വരുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഈ കേസ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആക്സിയൽ പുൾ ഫാക്ടർ ലോഡ് നമുക്ക് എത്ര 450 kN, FI 250 Nm/mm². ദെൻ അസ്യൂം ചെയ്യാം 4.6 ഗ്രേഡ് 20 mm ഡയ ബോൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ലെഗ് ആംഗിൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു വെച്ചാൽ നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ലെഗ് ആംഗിൾ ആണ് ഇങ്ങനെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ വരുന്നത് മെയിൻ ആംഗിൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലെഗ് ആംഗിൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതാണ് ലെഗ് ആംഗിൾ. മെയിൻ ആംഗിളിനെ സംബന്ധിച്ച് ലെഗ് ആംഗിളിൻ്റെ പ്രത്യേകത മെയിൻ ആംഗിൾ സെക്ഷനെക്കാട്ടി ലെഗ് ആംഗിളിന് തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും പറയാം. ഒരു കാര്യം ഓർക്കുക, മെയിൻ ആംഗിളിനെക്കാട്ടി ലെഗ് ആംഗിളിന് തിക്നെസ് ആയിരിക്കും വ്യത്യാസം വരുന്നത്. ലെന്ത് ബ്രെഡ്ത്ത് എല്ലാം സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് ലെഗ് ആംഗിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബോൾട്ടിങ് ചെയ്യും. ഫസ്റ്റ് അപ്പം നമുക്ക് സ്റ്റെപ്പ് 1 നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ഏരിയ ഓഫ് മെമ്പർ TDG = AGFI / Γm0. നമുക്കറിയാം അസ്യൂം TDG = ഫാക്ടർ ലോഡ്. ദെൻ നമ്മൾ AG കണ്ടുപിടിക്കുന്നു. ദെൻ സെലക്ഷൻ ഓഫ് സെക്ഷൻ നമുക്കറിയാമല്ലോ, ഇതിനെക്കാട്ടി ഹയർ ഗ്രോസ് ഏരിയ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ പ്രത്യേകം ഓർക്കുക, നമ്മൾ ഈ ലെഗ് ആംഗിളിൻ്റെ എഫക്റ്റ് എല്ലാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഈക്വൽ ആംഗിൾ സെക്ഷൻസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലെഗ് ആംഗിളിൻ്റെ എല്ലാം എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാഗേർഡ് ജോയിൻറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അൺഈക്വൽ ആംഗിൾ സെക്ഷൻസ് വേണം ചൂസ് ചെയ്യാൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോണേ. അപ്പോൾ പ്രൊവൈഡ് ആൻ ആംഗിൾ സെക്ഷൻ 150 75 × 10 ഏരിയ, അതിൻ്റെ ഗ്രോസ് ഏരിയ. അപ്പോൾ ഇതിനെക്കാട്ടി ഹയർ ഗ്രോസ് ഏരിയ ഒരെണ്ണം നമ്മൾ അഡോപ്റ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആ സെക്ഷൻ എടുത്തു. ഇനി ബോൾട്ട് കണക്ഷൻ, ഫൈൻഡ് ബോൾട്ട് വാല്യൂ, ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് VDSB = VNSB / Γm1. അപ്പം ഇവിടെ നമുക്കറിയാം സിംഗിൾ ആംഗിൾ ആയതുകൊണ്ട് NN = 1 വരും, NS = എന്തായിരിക്കും 0 ആയിരിക്കും. അതിനനുസരിച്ച് ചെയ്താൽ മതിയേ. ദെൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട് VDPB = VNPB / Γm1. അപ്പം അതിലെ പിച്ചും എഡ്ജ് ഡിസ്റ്റൻസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് KB ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്ക് VNPBയുടെ ആൻസർ ഇങ്ങനെ കിട്ടും. ഇത് കുറച്ച് വേഗം പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ചെയ്തിട്ടുള്ളതാണ്, ഈ സ്റ്റെപ്സ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ VDPB = നമുക്ക് ആൻസർ കിട്ടും. ദെൻ ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ
ഷിയർ കപ്പാസിറ്റിയുടെ ബിയറിംഗ് കപ്പാസിറ്റിയുടെ മിനിമം വാല്യൂ അഡോപ്റ്റ് ചെയ്യുക. ദെൻ നമ്പർ ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു ഫാക്ടർ ലോഡ് ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ. ദെൻ നമുക്ക് 9.9 കിട്ടും. നമുക്കപ്പം 10 നമ്പേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡീറ്റെയിലിംഗ്, അതായത് ഒന്നുമില്ല, നമ്മൾ 10 നമ്പേഴ്സ് ഓഫ് ബോൾട്ട് വരയ്ക്കുന്നു, അതിൻ്റെ എഡ്ജ് ഡിസ്റ്റൻസും പിച്ചും എല്ലാം അറേഞ്ച് ചെയ്യുക. ദെൻ ഇവിടെ ഹെൻസ് ആംഗിൾ, അതായത് 150 കണക്ടർ ലെഗിൻ്റെ ലെന്ത്, ഇത് 75 ഔട്ട്സ്റ്റാൻഡിങ്, അതിൻ്റെ തിക്നെസ് 10, ഒരു ബോൾട്ടിങ്ങിൻ്റെ ഒരു കണക്ഷനോട് വരയ്ക്കുക. ഓക്കെ, ദെൻ ഇനി എന്തു ചെയ്യേണ്ടത്? ഇനി ചെക്കാണ്. ഓക്കെ, ചെക്ക് ചെയ്യുക. ഗ്രോസ് സെക്ഷൻ ഈൽഡിങ് TDG = AGFY / ഗാമ m നോട്ട്. ആ വാല്യൂ നമ്മുടെ ഫാക്ടർ ലോഡിനെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കണം. ദെൻ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. നമുക്ക് W നമുക്കറിയാം 75 mm, T 10 mm. W1 എന്ന് പറഞ്ഞാൽ ഗേജ് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര എന്നറിയാം? 150 ആണ്. അതിൽ നിന്ന് എൻഡ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ഗേജ് ഡിസ്റ്റൻസ് കിട്ടും. 150 - 35 = 115 mm. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ BS = W + W1 - T. ദെൻ LC എന്നറിയാം. LC എന്താണ്? ഫസ്റ്റ് ബോൾട്ട് തൊട്ട് ലാസ്റ്റ് ബോൾട്ട് വരെയുള്ള ഡിസ്റ്റൻസ്, ഫസ്റ്റ് ബോൾട്ടിൻ്റെ സെൻറ്റർ ടു ലാസ്റ്റ് ബോൾട്ട് വരെയുള്ള. അപ്പോൾ അത് നോക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 × 50 ചെയ്താൽ മതി. LC കിട്ടി. ദെൻ ANC എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കണക്ടർ ലെഗിൻ്റെ ലെന്ത് മൈനസ് ഡയ ഓഫ് ഹോൾ, നെറ്റ് ഏരിയ അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡയ ഓഫ് ഹോൾ മൈനസ് ചെയ്യും, മൈനസ് തിക്നെസ് ഡിവൈഡ് ബൈ 2 × തിക്നെസ്. ദെൻ ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് എന്ന് പറയുന്നത് എന്താ? ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഫുൾ ഏരിയ വരും, അത് 75 - T/2, തിക്നെസ് ബൈ 2 × തിക്നെസ്. ഓക്കെ, ഇത് രണ്ടും കിട്ടുമല്ലോ. ദെൻ ബീറ്റ വാല്യൂ ഇത് ചെയ്യുക. ഇതിൽ നിന്ന് TDBയുടെ ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ദെൻ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് അടുത്തതാണ് TDB1. രണ്ട് TDB1 ഉം TDB2 ഉണ്ട്. ഇതിൽ നമുക്ക് ലെസ് വാല്യൂ വേണം എടുക്കാൻ. അപ്പം ഫസ്റ്റ് AVG എന്ന് പറഞ്ഞാൽ ഷിയർ, അതായത് അപ്പം അത് നോക്കുക, അതെങ്ങനെ വരുന്നത്? ഇവിടെ തൊട്ട് ഈ ലാസ്റ്റ് ബോൾഡിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പം മൊത്തം 50 × 9 + 35. ഓക്കെ, ദെൻ × 10, അതാണ് AVG. AVN വരുമ്പോൾ എന്ത് വരും? ഒരു ഡയ ഓഫ് ഹോളിൻ്റെ കേസും കൂടെ വരും. അതപ്പം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് മൈനസ് എത്ര ഹോളുണ്ട്? 1 2 3 4 5 6 7 8 9 9.5. ഓക്കെ, 9.5 × DH × 8. ഓക്കെ, ദെൻ AVG എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അവിടെ ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ, ഷിയറിൻ്റെ ഡിസ്റ്റൻസ് മുകളിൽ തൊട്ട് ആ ഒരു എൻഡ് ഡിസ്റ്റൻസ് 35 × 10. ദെൻ 80 × 35 മൈനസ് ഒരു ഹോളിൻ്റെ പകുതി, അതാണ് DH/2 × തിക്നെസ്. ഇപ്പോൾ TDB1 ഉം TDB2 ഉം കിട്ടും. ഇതിലെ സ്മാളർ വാല്യൂ എടുത്ത് അത് > 450 kN ആണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് വരുന്ന പ്രോബ്ലം അല്ലേ. ഇനി ഇതിലെന്താ വ്യത്യാസം വരുന്നത്? ഇനി നമുക്ക് ലെഗ് ആംഗിൾ, ഇനി തൊട്ടാണ് ലെഗ് ആംഗിൾ ഡിസൈൻ വരുന്നത്. ഓക്കെ, അത് നോക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ നമുക്ക് ഈ ഗസറ്റ് പ്ലേറ്റിൻ്റെ മിനിമം എത്ര ലെന്ത് പ്രൊവൈഡ് ചെയ്യണമെന്ന് നോക്കാം. മിനിമം ലെന്ത് ഓഫ് ഗസറ്റ് പ്ലേറ്റ് റിക്വയർഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയും ബോൾട്സിന് നമ്മൾ എന്ത് ചെയ്യണം? ബോൾട്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗസറ്റ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ടോട്ടലി എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഈ ഡിസ്റ്റൻസ് നോക്കാം. ഇത് 50 × 9 + 35 + 35. ഓക്കെ, അതായത് 9 × 50 + 2 × 35 = 520 mm. അപ്പം വിത്തൗട്ട് ലെഗ് ആംഗിൾ ദ ലെന്ത് ഓഫ് ദ ഗസറ്റ് പ്ലേറ്റ് ഈസ് 520 mm. ഓക്കെ, അപ്പം ഇത്രയും ലെന്തിൽ നമുക്ക് ഗസറ്റ് പ്ലേറ്റ് ഡിസൈൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്തിലേക്ക് പോവുകയാണ്? ഡിസൈൻ ഓഫ് ലെഗ് ആംഗിളിലേക്ക് പോവുകയാണ്. ഡിസൈൻ ഓഫ് ലെഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ബോൾട്ട് വാല്യൂ ആണ്. ഓക്കെ, ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് ബോൾട്ട്സ് ഈസ് ഈക്വൽ ടു ഫാക്ടർ ലോഡ് ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ ഓർ ബോൾട്ട് സ്ട്രെങ്ത്. ഓക്കെ,
ഇതിൽ ഫാക്ടർ ലോഡ് എന്ന് പറഞ്ഞത് ഇവർ തന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ മെയിൻ ആംഗിൾ സെക്ഷൻ്റെ കേസസിലുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ലെഗ് ആംഗിൾ സെക്ഷൻ്റെ കൺസെപ്റ്റിലുള്ളത് ഫാക്ടർ ലോഡ് കണ്ടുപിടിക്കണം. ദെൻ ബോൾട്ട് വാല്യൂ ആണ്. ബോൾട്ട് വാല്യൂവിൻ്റെ കേസസിൽ പറയുകയാണെങ്കിൽ ബോൾട്ട് വാല്യൂ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഷിയറിംഗ് കപ്പാസിറ്റി ബിയറിംഗ് കപ്പാസിറ്റീൻ്റെ ലെസ് വാല്യൂ ആയിട്ട് ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ തന്നെ നമുക്കിവിടെ ബോൾട്ട് വാല്യൂ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഫാക്ടർ ലോഡ് രണ്ട് കേസിലും ഡിഫറൻസ് വരും. പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ സെക്ഷൻ എടുത്ത് നമ്മുടെ ഗസറ്റ് പ്ലേറ്റ്, ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള ലെഗ് ആംഗിൾ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ആംഗിൾ മെയിൻ ആംഗിൾ സെക്ഷൻ, ഇത് നമ്മുടെ ലെഗ് ആംഗിൾ. ഓക്കെ, ഈ ലെഗ് ആംഗിളും നമ്മുടെ മെയിൻ ആംഗിളും തമ്മിൽ എന്ത് ചെയ്യണം, ബോൾട്ട് ചെയ്യണം. പിന്നെ ഈ ഗസറ്റ് പ്ലേറ്റും ലെഗ് ആംഗിളും തമ്മിലും എന്ത് ചെയ്യണം, ബോൾട്ട് ചെയ്യണം. അപ്പം രണ്ടിടത്തെ നമ്പർ ഓഫ് ബോൾട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലോഡ് ഓൺ ലെഗ് ആംഗിൾ അത് ക്ലോസ് 10.12.2 പേജ് നമ്പർ 83 IS 800 2007 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാക്ടർ ലോഡ് എത്ര 450 കിലോ ന്യൂട്ടൺ ആണെന്നറിയാം. നമുക്ക് ആദ്യമേ ഗ്രോസ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മെയിൻ കണക്റ്റഡ് ലെഗിൻ്റെ ലെന്ത് എത്രയാണ്, 150 ആണ്, മൈനസ് തിക്നെസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു തിക്നെസ്. ഓക്കെ, ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വരും. ദെൻ നെക്സ്റ്റ് ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, മെയിൻ ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെന്ത് എന്ന് പറഞ്ഞാൽ 75 ആണ്. 75 മൈനസ് തിക്നെസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു തിക്നെസ്. അപ്പോൾ നമുക്കടുത്ത് ഗ്രോസ് ഏരിയ കിട്ടി. ഓക്കെ, ദെൻ വേറൊരു കണ്ടീഷൻ ഇവർ പറയുന്നുണ്ട്. ഫോർ ഈക്വൽ ആംഗിൾസ് ലോഡ് ഈസ് ഷെയർഡ് ഈക്വലി ആൻഡ് ഫോർ അൺഈക്വൽ ആംഗിൾസ് ലോഡ് ഷെയർഡ് ഇൻ ദ റേഷ്യോ ഓഫ് ഏരിയാസ്. ഈക്വൽ ആംഗിൾ സെക്ഷൻ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് ലോഡ് ഷെയർ ചെയ്ത് കൊടുക്കാമായിരുന്നു, പക്ഷെ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ അൺഈക്വൽ ആംഗിൾ സെക്ഷൻ ആകുമ്പം ഷെയർഡ് ഇൻ ദ റേഷ്യോ ഓഫ് ഏരിയാസ് അങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു കേസസിൽ നമ്മൾ നോക്കുന്നതാണ്, ആ ഒരു കേസായി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലോഡ് കണ്ടുപിടിക്കണം. ക്ലോസ് 10.12.2 പേജ് നമ്പർ 83 എന്നൊക്കെ കണ്ടീഷൻ മാത്രമേ അതിൽ പറയുന്നുള്ളേ. ലോഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ലെഗ് ആംഗിൾ അത് 1.4 ടൈംസ് ലോഡ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ ആയിരിക്കും. അങ്ങനെ കേസ് വരുമ്പം 1.4 ഇൻറ്റു ഫാക്ടർ ലോഡ് ഇൻറ്റു ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഡിവൈഡ് ബൈ ഗ്രോസ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് പ്ലസ് ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഓക്കെ, ഇത് പറയുന്നത് ലോഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ലെഗ് ആംഗിൾ, അതായത് ഈ ഇതാണ് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ ഉണ്ടാകുന്ന ലോഡാണ്. അപ്പം ഈ ലോഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഈ മെയിൻ ആംഗിളിലുള്ള ഫാക്ടർ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ഈ ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ ഇവിടുത്തെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ കണക്റ്റഡ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം അതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഇവിടെ അടുത്ത ലോഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ആംഗിളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ദെൻ ലോഡ് ഓൺ കണക്റ്റിംഗ് ലെഗ് ഓഫ് ലെഗ് ആംഗിൾ അതെന്ന് പറയുന്നത് 1.2 ടൈംസ് ലോഡ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ ആണ്. ഓക്കെ, അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 1.2 ഇൻറ്റു നമ്മുടെ 450 ഫാക്ടർ ലോഡ് ഇൻറ്റു ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഗ്രോസ് ഏരിയ ഡിവൈഡ് ബൈ ദെൻ ഗ്രോസ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് പ്ലസ് ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ലെഗിൻ്റെ കേസസിൽ എന്ത് വരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ കണക്ഷൻ വരുന്നില്ലേ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ കണക്ഷൻ വെച്ചിട്ടേ അതും ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അത് പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ 1.2 ടൈംസ് ആണ്. അപ്പം നമുക്ക് അതിന് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഏരിയ ഓഫ് ലെഗ് ആംഗിൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ലോഡ് കണ്ടുപിടിച്ച് ഇനി ഏരിയ ഓഫ് ലെഗ് ആംഗിൾ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ലെഗ് ആംഗിൾ TDG ഇൻറ്റു ഗാമ m0 ഡിവൈഡ് ബൈ FI. അപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ലോഡ് ഓൺ കണക്റ്റിംഗ് ലെഗ് ഓഫ് ആംഗിളിൻ്റെ വാല്യൂ ആണ് TDG ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലോഡ് ഓൺ കണക്റ്റിംഗ് ലെഗ് ഓഫ് ആംഗിളിൻ്റെ ആണ്
അഡോപ്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഏജ് കിട്ടും. ഏജ് കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ ഹയർ ഗ്രോസ് ഏരിയ ആണല്ലോ റിക്വയർഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നമ്മുടെ മെയിൻ ആംഗിൾ സെക്ഷൻ്റെ തിക്നെസ് കാട്ടി കുറഞ്ഞ തിക്നെസ് ആയിരിക്കണം ലെഗ് ആംഗിളിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ നോക്കുക 150 × 75 ഇൻറ്റു നോക്കുക 150 × 75 × 10 ആയിരുന്നു നമ്മുടെ എന്തിൻ്റെ മെയിൻ ആംഗിൾ സെക്ഷൻ. 21.56 cm². ഓക്കെ. പക്ഷെ നമ്മളിവിടെ ലെഗ് ആംഗിളിൻ്റെ കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അഡോപ്റ്റ് ചെയ്യാം. 8, 17, 4 × 42 cm². ഇങ്ങനെ ഈ ഏരിയ ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഏരിയയെക്കാട്ടിൽ എന്തായിരിക്കണം, ഹയർ ആയിരിക്കണം എന്നുള്ളൊരു കേസ് മാത്രം നോക്കിയാൽ. ഈ ഏരിയയെക്കാട്ടിൽ എന്താണ് നമ്മുടെ ഏരിയ എന്തായാലും ഹയർ ആണ്. പിന്നെ തിക്നെസ് മെയിൻ ആംഗിൾ സെക്ഷനെക്കാട്ടി കുറവായിരിക്കണം ലെഗ് ആംഗിളിന് പ്രൊവൈഡ് ചെയ്യേണ്ട തിക്നെസ്. പക്ഷേ ലെന്തും കണക്റ്റഡ് ലെഗിൻ്റെ ലെന്തും ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ലെന്തും എല്ലാം എന്തായിരിക്കണം, അത് തന്നെ ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. പക്ഷേ തിക്നെസ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആ ഒരു കേസ് ഇവിടെ ശ്രദ്ധിച്ചോണേ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാവേ. നമ്പർ ഓഫ് ബോൾസ് ടു കണക്ട് ലെഗ് ആംഗിൾ ടു ഗസറ്റ് പ്ലേറ്റ്. ഗസറ്റ് പ്ലേറ്റുമായിട്ട് നമ്മളുടെ ലെഗ് ആംഗിൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ. ഗസറ്റ് പ്ലേറ്റുമായിട്ട് നമ്മുടെ ലെഗ് ആംഗിൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം അതിന് നോക്കുന്ന ലോഡ് ഓൺ ലെഗ് ആംഗിൾ ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ. ലോഡ് ഓൺ ലെഗ് ആംഗിൾ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ലോഡ് ഓൺ കണക്റ്റിംഗ് ലെഗ് ഓഫ് ആംഗിളിൻ്റെതാണ്. അപ്പോൾ അത് ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ നമുക്കറിയാമല്ലോ 45.3. അത് നമുക്ക് 3.84 ബോൾട്ട് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് ബോൾസ് ടു കണക്ട് ലെഗ് ആംഗിൾ ടു മെയിൻ ആംഗിൾ പ്ലേറ്റ്. മെയിൻ ആംഗിൾ പ്ലേറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു, അപ്പം അവിടെ വേണ്ടത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലോഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ഓഫ് ആംഗിളിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ. അതായത് ലെഗ് ആംഗിൾ നമ്മുടെ മെയിൻ ആംഗിൾ പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോൾസ് കിട്ടും. ദെൻ നമുക്ക് വേറൊരു കാര്യം കൂടെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു, ലോഡ് ഇൻ കണക്റ്റഡ് ലെഗ് ഓഫ് മെയിൻ ആംഗിൾ. ഓക്കെ. അപ്പോൾ അവിടെ മെയിൻ ആംഗിൾ സെക്ഷനിൽ ഉണ്ടാകുന്ന ലോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫാക്ടർ ലോഡ് ഇൻറ്റു നമുക്ക് ഗ്രോസ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് കിട്ടത്തില്ലേ, അത് ഡിവൈഡ് ബൈ ഗ്രോസ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് പ്ലസ് ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ. ദെൻ നമ്പർ ഓഫ് ബോൾസ് ടു കണക്ട് മെയിൻ ആംഗിൾ ടു ഗസറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് മെയിൻ ആംഗിളും ഗസറ്റ് പ്ലേറ്റും തമ്മിലുള്ളത് നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു ഈ ഫാക്ടർ ലോഡ് ഡിവൈഡ് ബൈ നമ്മുടെ ബോൾട്ട് വാല്യൂ 6.67 എന്ന് കിട്ടും, 7 ബോൾട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം. ഡീറ്റെയിലിംഗ് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇവിടെ വരുന്ന ലോഡ് കണക്റ്റഡ് ടു ലെഗ് മെയിൻ ആംഗിൾ ടു ഗസറ്റ് പ്ലേറ്റ് അത് 7 ബോൾട്ട് ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ലെഗ് ആംഗിളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 5 ബോൾട്ട് ആയിരിക്കും. ഓക്കെ. അതിൻ്റെ സെക്ഷൻ മെയിൻ ആംഗിളിൻ്റെ ഇവിടെ വരയ്ക്കുക. ഓക്കെ. അതാണ് ഈ ബോൾട്ട്, ഈ സെക്ഷൻ വരച്ചിരിക്കുന്നത്. ദെൻ ലെഗ് ആംഗിളും ഇത് 5 ബോൾട്ട് വരും. ഇവിടെ രണ്ടും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് 4 ബോൾട്ട് വരുന്നത്. നമ്പർ ഓഫ് ബോൾട്ട്സ് കണക്റ്റഡ് ടു ലെഗ് ആംഗിൾ ടു ഗസറ്റ് പ്ലേറ്റ്. ലെഗ് ആംഗിളും നമ്മുടെ മെയിൻ ആംഗിൾ സെക്ഷനും കൂടെ കണക്ട് ചെയ്യും. ഇവിടെ 4 ബോൾട്ട്. ഓക്കെ. ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നതും ദെൻ ഇതിൻ്റെ മെയിൻ അതായത് ഇവിടെ 10 ആയിരുന്നു ടോട്ടലി വരേണ്ടത് അല്ലേ. ടോട്ടലി 10 വരുമ്പം ഇവിടെ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു ടോട്ടലി 10 ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ എത്ര 7 ബോൾട്ടിനി അറേഞ്ച് ചെയ്താൽ മതി. ബാക്കി നമ്മൾ എന്ത് ചെയ്തു, ഈ ലെഗ് ആംഗിളിൽ പ്രൊവൈഡ് ചെയ്തു 5 ബോൾട്ട്. ഓക്കെ. എന്നിട്ട് ഗസറ്റ് പ്ലേറ്റ് വരയ്ക്കുക. ദെൻ 2 ആംഗിൾ സെക്ഷൻ 150 2 സെക്ഷൻ 75. തിക്നെസ് എത്ര 10, ലെഗ് ആംഗിളിൻ്റെ 80. ഓക്കെ. അതാണ് IS 150 × 75 × 8. ദെൻ IS 150 × 75 × 10. അപ്പോൾ ഇത് ലെഗ് ആംഗിൾ, ഇത് മെയിൻ ആംഗിൾ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് ഈ ലോഡിൻ്റെ ഇതിലാണ്. അത് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുമോ. ദെൻ നമ്പർ ഓഫ് ബോൾസ് ഓരോരുത്തടുത്തും അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടെ നോക്കി വയ്ക്കുമോ. ഓക്കെ. നമ്മളിവിടെ അക്കൗണ്ട്സിൽ എടുക്കുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ആംഗിൾ പ്ലേറ്റ്
ഗസറ്റ് പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോൾട്ട് 7 ബോൾട്ടും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഗ് ആംഗിളും മെയിൻ ആംഗിൾ പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആംഗിളും നോക്കണം, മെയിൻ ആംഗിളും ഗസറ്റ് പ്ലേറ്റും, ഇതാണ് മെയിൻ ആംഗിൾ, ഇതും ഗസറ്റ് പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ബോൾട്ടും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ് ആംഗിളും മെയിൻ ആംഗിൾ പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നതും കൂടെ. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ചോണം, ഇത് വരയ്ക്കുന്നതും എടുക്കുന്നതും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ 7 നമ്മൾ അറേഞ്ച്, ഓക്കെ, നമ്മളിവിടെ 7 അറേഞ്ച് ചെയ്യുന്നു, ബാക്കിയുള്ളത് ഇവിടോട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു കേസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബോൾസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് അതേപോലെ അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.